ഇന്ന് ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് കൃഷിമന്ത്രി പി പ്രസാദ് പരിസ്ഥിതി ദിനാചരണവുമായി ബന്ധപ്പെട്ട് രാജ്ഭവനിൽ സംഘടിപ്പിച്ച വൃക്ഷത്തൈ നടലടക്കമുള്ള പരിപാടികളിൽ നിന്ന് വിട്ടുനിന്നു. അവിടെ നടത്താൻ ഉദ്ദേശിച്ച പരിപാടിക്ക് മുൻപ് ഭാരതാംബയുടെ ചിത്രത്തിന് മുമ്പിൽ പൂക്കളർപ്പിക്കണമെന്ന് ഗവർണർ നിർദ്ദേശിക്കുകയുണ്ടായി. പക്ഷേ ആ ഭാരതാംബയുടെ ചിത്രം എന്ന് പറയുന്നത് പൊതു പരിപാടികളിൽ കാണുന്ന ഭാരതാംബയുടെ ചിത്രമല്ല. അതിന് പകരം RSSന്റെ പരിപാടികളിൽ സ്ഥിരമായിട്ട് കാണുന്ന തരത്തിലുള്ള RSSന്റെ കാവിക്കൊടിയൊക്കെ പിടിപ്പിക്കപ്പെട്ടിട്ടുള്ള ഭാരതാംബയുടെ ചിത്രമാണ്. അത്തരമൊന്നിൽ പുഷ്പാർച്ചന നടത്താൻ തയ്യാറല്ല എന്ന് കൃഷിമന്ത്രി പി പ്രസാദ് പറഞ്ഞു. പക്ഷേ അത് പുഷ്പാർച്ചന നടത്തുക തന്നെ ചെയ്യണമെന്ന് ഗവർണർ നിർദ്ദേശിച്ചു. ഇതേ തുടർന്ന് അവിടെ നിന്ന് പരിപാടി മാറ്റി, സെക്രട്ടേറിയറ്റിലേക്കും മറ്റുമൊക്കെ ആയിട്ട് മാറ്റി എന്നുള്ളത് വലിയ രീതിയിൽ ഇന്ന് ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. അതിനോടുള്ള പ്രതികരണമാണ് നമ്മളിപ്പോൾ VD സതീഷിൻ്റെ വാക്കുകളിലൂടെ കണ്ടത്. ആ ആദ്യത്തെ വാർത്ത കണ്ടാൽ മാത്രമേ ഈ വാർത്ത നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ എന്നതുകൊണ്ട് സൂചിപ്പിച്ചതാണ്. ഇനി ആ വാർത്ത എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഈ പ്രസാദിന്റെ വാക്കുകൾ മറ്റും ഉൾപ്പെടുന്നു. രാജ്ഭവനിൽ കാവിക്കൊടിയേന്തിയ ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ സംസ്ഥാന സർക്കാരിന്റെ പരിസ്ഥിതി ദിനാഘോഷങ്ങളുടെ ഉദ്ഘാടനം നടത്താൻ കഴിയില്ലെന്ന് മന്ത്രി പി പ്രസാദ്. കാർഷിക വകുപ്പിന്റെ നേതൃത്വത്തിൽ രാജ്ഭവനിൽ സംഘടിപ്പിക്കേണ്ടിയിരുന്ന പരിപാടി പിന്നീട് സെക്രട്ടേറിയറ്റിലേക്ക് മാറ്റി. ചിത്രം മാറ്റണമെന്ന് കൃഷി വകുപ്പ് ആവശ്യപ്പെട്ടെങ്കിലും ഗവർണർ അതിന് തയ്യാറായില്ലെന്ന് കൃഷിമന്ത്രി. തുടർന്ന് രാജ്ഭവനിൽ നിന്ന് ഉപേക്ഷിച്ച പരിപാടി കൃഷി വകുപ്പ് സ്വന്തം നിലയ്ക്ക് സെക്രട്ടേറിയറ്റിൽ നടത്താൻ തീരുമാനിക്കുകയായിരുന്നു. RSS ഉപയോഗിക്കുന്ന ഭാരതാംബയുടെ ചിത്രം രാജ്ഭവനിലെ പൊതുപരിപാടിയിൽ ഉൾപ്പെടുത്തിയതിൽ കടുത്ത വിമർശനം ഉന്നയിച്ചു കൃഷിമന്ത്രി. അവിടെ ഉപയോഗിക്കാൻ വെച്ച ചിത്രം നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഭാരത് മാതാവിന്റെ ചിത്രമല്ല, RSS ഉപയോഗിക്കുന്ന ചിത്രമാണ്. RSS ഉപയോഗിക്കുന്ന ചിത്രം എന്നത് ഒരു പ്രത്യേകമായൊരു പ്രസ്ഥാനം ഉപയോഗിക്കുന്ന ചിത്രം ഒരു ഭരണഘടനാപരമായ ഒരു പദവിയുള്ള ഒരിടത്ത് ഒരു സർക്കാരിൻ്റെ പരിപാടിയുടെ ഭാഗമാക്കുക എന്ന് പറയുന്നത് ഭരണഘടനാപരമായി ശരിയായ കാര്യമല്ലേ അല്ല. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് ഗവർണർ സംഘടിപ്പിച്ച പരിപാടിയിൽ RSS സൈദ്ധാന്തികൻ രാജ്ഭവനിൽ പ്രസംഗിച്ചതും വിവാദമായിരുന്നു. ഗവർണറുടേത് അസ്വാഭാവിക നടപടിയായി പോയെന്നാണ് മുഖ്യമന്ത്രി തന്നെ വിഷയത്തിൽ പ്രതികരിച്ചത്. തുടർച്ചയായി RSS നിലപാടുകൾ രാജ്ഭവനിൽ നടപ്പിലാക്കി സർക്കാരിന്റെ അപ്രിയം നേടുന്ന ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറും ആരിഫ് മുഹമ്മദ് ഖാന് ശേഷം പിണറായി സർക്കാരിനെതിരെയുള്ള പോരിന് അങ്കത്തട്ടൊരുക്കുകയാണോ? ക്യാമറമാൻ ബിലിൻ നെടുമങ്ങാടിനൊപ്പം സൂര്യഗായത്രി, കേരള വിഷൻ ന്യൂസ്.